إن الحمد لله رب العالمين وسبحان الله العظيم ولا حول ولا قوة إلا بالله العلي العظيم نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله وأن محمدًا عبده المصطفى ونبيه المجتبى ورسوله المرتضى وأنه خاتم الأنبياء وإمام الأتقياء وخليل رب العالمين لكل دعوى نبوة بعده فغي وهوى وهو المبعوث إلى عامة الجن وكافة الورى اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവെ സൂക്ഷിച്ച് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തേണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ദീനിൻ്റെ പേരിൽ ഉണർത്തുകയാണ്. ഒരിക്കൽ മൈമൂൻ ബിൻ മെഹ്റാൻ റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വിരുന്നുകാർ വന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ഭൃത്യ അവർക്കാവശ്യമായ വിഭവങ്ങൾ ഒരുക്കുമ്പോൾ ഒരൽപ്പം ചൂടുള്ള കറി അവളുടെ കയ്യിൽ നിന്ന് തെന്നുകയും അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിലൂടെ അത് വീഴുകയും ചെയ്തു. സ്വാഭാവികമായും ഒരു മനുഷ്യനെന്ന നിലയിൽ തൻ്റെ വിരുന്നുകാരുടെ മുന്നിൽ വെച്ച് താൻ അപമാനിതനായല്ലോ എന്ന ചിന്ത അവളെ അടിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ പ്രേരിപ്പിക്കുകയാണ്. ആ സമയത്ത് അവൾ പറഞ്ഞു, യാ മൗലായ്, ഓ യജമാനനെ, ഇഅ്മൽ ഖൗലല്ലാഹ്, അള്ള പറഞ്ഞതുപോലെ താങ്കൾ ചെയ്യണം. കാളിമീനൽ ഗൈർ, താങ്കൾ കോപത്തെ അടക്കി വെക്കണം. അദ്ദേഹം പറഞ്ഞു, ഖദ് ഫഅൽതു, ഞാൻ അപ്രകാരം ചെയ്തിരിക്കുന്നു. ഇസ്തഅമിൽ മാ ബഅദഹ്, അതിനുശേഷം അള്ള പറഞ്ഞതും താങ്കൾ പ്രാവർത്തികമാക്കണം. വൽ ആഫീന അനിന്നാസ്, ജനങ്ങളോട് വിട്ടുവീഴ്ച കാണിക്കണം. അദ്ദേഹം പറഞ്ഞു, ഖദ് അഫൗതു അൻകി, ഞാനിതാ നിന്നോട് വിട്ടുവീഴ്ച കാണിച്ചിരിക്കുന്നു, നിനക്ക് മാപ്പ് നൽകിയിരിക്കുന്നു. യജമാനനെ, വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, സുഹൃതം ചെയ്യുന്നവരെ അല്ലാഹുവിന് ഇഷ്ടമാണ്. അദ്ദേഹം പറഞ്ഞു, ഖദ് അഹ്സൻതു ഇലൈകി,
ഞാനിതാ നിന്നോടൊരു സുഹൃതം ചെയ്യുന്നു, അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നിന്നെ സ്വതന്ത്രയാക്കിയിരിക്കുന്നു, നിനക്ക് തിരിച്ചു പോകാം. യഥാർത്ഥത്തിൽ ഈ സ്ത്രീ സൂറത്തു ആലു ഇമ്രാനിലെ ഒരായത്തായിരുന്നു അദ്ദേഹത്തിന് മുന്നിൽ പാരായണം ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ആലു ഇമ്രാനിലെ 133, 34 ആയത്തുകളിലൂടെ പഠിപ്പിച്ചു. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹസ് സമാവാതു വൽ അർദു ഉഇദ്ദത് ലിൽ മുത്തഖീൻ. അല്ലാഹുവിൻ്റെ മഗ്ഫിറത്തിലേക്കും ആകാശലോകങ്ങളെക്കാൾ പ്രവിശാലമായ സ്വർഗത്തിലേക്കും നിങ്ങൾ ധൃതി പിടിച്ചു വരുവീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടി അതൊരുക്കി വെക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് ആരാണ് ആ തഖ്വ പാലിച്ചവർ? അല്ലാഹു പറയുന്നു, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ. ബുദ്ധിമുട്ടുള്ള സമയത്തും എളുപ്പമുള്ള സമയത്തും അവർ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചിലവഴിക്കുന്നു. വൽ കാലിമീനൽ ഗൈള. തങ്ങൾക്കുണ്ടാകുന്ന കോപത്തെ അവർ അടക്കി വെക്കുന്നു. വൽ ആഫീന അനിന്നാസ്. ജനങ്ങളോട് വിട്ടുവീഴ്ച കാണിക്കുന്നു. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. അപ്രകാരം സുഹൃതം ചെയ്യുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ സ്വർഗത്തിലേക്ക് പോകുന്നവർക്ക് വേണ്ടുന്ന ക്വാളിറ്റിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ഈ ക്വാളിറ്റികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ ഇൻഷാ അല്ലാഹ് ആകാശലോകങ്ങളെക്കാൾ പ്രവിശാലമായ അല്ലാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് സാധിക്കും. ഒന്നാമതായി കൊണ്ട് അല്ലാഹ് പറഞ്ഞത് കാലിമീനൽ ഗൈർ, കോപത്തെ അടക്കി വെക്കുക എന്നുള്ളതാണ്. കളം എന്ന് പറഞ്ഞാൽ വിഴുങ്ങുക എന്നാണ് അർത്ഥം. അഥവാ നമുക്കുണ്ടാകുന്ന കോപത്തെ പുറത്തേക്ക് പ്രകടിപ്പിക്കാതെ, അത് പുറത്തേക്കെടുക്കാതെ അകത്തേക്ക് തന്നെ വിഴുങ്ങിക്കളയുക. മനുഷ്യ സഹജമായ ഒരു വികാരമാണ് കോപം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾക്ക് കോപമുണ്ടാവുകയില്ല എന്നല്ല പറഞ്ഞിട്ടില്ല, കോപമുണ്ടാകും. ആ സന്ദർഭത്തിൽ തങ്ങൾക്കുണ്ടാകുന്ന കോപത്തെ അടക്കി വെക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ മിൻ ജുർഅത്തിൻ അഅലമു അജ്റൻ ഇൻദല്ലാഹി മിൻ ജുർഅത്തി ഗൈലിൻ കലമഹാ അബ്ദുൻ ഇബ്തിഗാഅ വജ്ഹില്ലാഹ്. ഒരു അടിമ പിടിച്ചു വെക്കുന്നതിൽ അവന് ഏറ്റവും പ്രതിഫലാർഹമായത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവനുണ്ടാകുന്ന കോപത്തെ അവൻ അടക്കി വെക്കലാണ്. അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് കോപത്തെ അടക്കി വെക്കാൻ സാധിച്ചാൽ അതിനാണ് ഏറ്റവും അമ്പിച്ച പ്രതിഫലമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മറ്റൊരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കലമ ഗൈലൻ, ആരെങ്കിലും തൻ്റെ കോപത്തെ അടക്കി വെച്ചു, വഹുവ ഖാദിറുൻ അലാ അൻ യുൻഫിദഹു, ആ കോപത്തെ പ്രകടിപ്പിക്കുവാൻ അവൻ കഴിവുള്ളവനാണ്. അഥവാ നമ്മെ കോപിപ്പിച്ചത് നമ്മുടെ ഭാര്യയാണ്, നമ്മുടെ മക്കളാണ്, നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവരാണ്. നമ്മുടെ കയ്യൂക്കോടെ നമുക്ക് അവരോട് പെരുമാറാൻ സാധിക്കും. എന്നിട്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ അതിനെ പിടിച്ചു വെച്ചാൽ ദഅാഹുല്ലാഹു അസ്സ വജല്ല അലാ റൂസിൽ ഖലായിഖി യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ എല്ലാവരും നിൽക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വിളിക്കും. ഹത്താ യുഖയ്യിറഹുല്ലാഹു മിനൽ ഹൂരി മാ ഷാ, എന്നിട്ട് ഉദ്ദേശിക്കുന്ന സ്വർഗീയ സ്ത്രീകളിൽ നിന്ന് തെരഞ്ഞെടുക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരം നൽകുമെന്നാണ്. വമ്പിച്ച പ്രതിഫലമാണ് കോപമടക്കി വെക്കുന്നതിനെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്നവർ നമുക്കിഷ്ടമുള്ളത് തന്നെ ചെയ്തു കൊള്ളണമെന്നില്ല. നമുക്ക് വെറുപ്പുണ്ടാക്കുന്ന, നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത, നമ്മെ ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മക്കളിൽ നിന്നുണ്ടായേക്കാം, നമ്മുടെ ഭാര്യയിൽ നിന്നുണ്ടായേക്കാം, നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നുണ്ടായേക്കാം. ആ സമയത്തെല്ലാം പൊട്ടിത്തെറിക്കുന്നവരാണ് വിശ്വാസികൾ എന്നല്ല അള്ളാഹു പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലൈസ ശദീദു ബിസ്സുർഅ, മൽപിടുത്തത്തിൽ തന്നെ
തൻ്റെ എതിരാളിയെ പരാജയപ്പെടുത്തുന്നവനല്ല യഥാർത്ഥ ശക്തിമാൻ. ദേഷ്യം ഇരച്ചു കയറുന്ന സമയത്ത് ഉരുട്ടാൻ നിൽക്കുന്ന തൻ്റെ കണ്ണുകളെ, തെറി പറയാൻ നിൽക്കുന്ന, മോശമായ വാക്കുകൾ പറയാൻ ഒതുങ്ങുന്ന തൻ്റെ നാവുകളെ പിടിച്ചു വെക്കാൻ ആർക്കാണോ സാധിക്കുന്നത് അവനാണ് യഥാർത്ഥ ശക്തിമാനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ ആ കോപത്തെ അടക്കി വെക്കുന്ന ശീലം നമ്മളിൽ ഉണ്ടാകേണ്ടതുണ്ട്. ചില ആളുകൾ പറയാറുണ്ട്, എന്നോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഞാൻ നല്ല കോപമുള്ള ആളാണ്, പെട്ടെന്ന് ദേഷ്യം വരും. യഥാർത്ഥത്തിൽ അതെല്ലാം ഒരു വൃത്തികെട്ട മോശമായ സ്വഭാവമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് ഒരു സ്വഹാബി വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഔസിനി, പ്രവാചകരെ എന്നെ ഒന്ന് ഉപദേശിക്കണം. റസൂലുള്ളാഹി പറഞ്ഞു, ലാ തഗ്ളബ്, നിനക്കുള്ള ഉപദേശം നീ കോപിക്കരുത് എന്നുള്ളതാണ്. ഫറദ്ദദ മിറാറൻ, ആ സ്വഹാബി ആവർത്തിച്ച് ചോദിച്ചു, റസൂലേ ഇനിയും ഉപദേശം തരണം, ഇനിയും ഉപദേശം തരണം. ആ സമയത്തെല്ലാം റസൂലുള്ളാഹി നൽകിയ ഉപദേശം ലാ തഗ്ളബ്, ലാ തഗ്ളബ്, നീ കോപിക്കരുത്, നീ കോപിക്കരുത് എന്നുള്ളതാണ്. ആ ഹദീസ് ഉദ്ധരിക്കുന്നതിലെ ഒരു റാവി പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് ആലോചിച്ചു, എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി ആവർത്തിച്ച് ആ ഉപദേശം നൽകിയത്. വിശ്വാസപരമായ ഉപദേശങ്ങൾ നൽകാമായിരുന്നു, കർമ്മപരമായ ഉപദേശങ്ങൾ നൽകാമായിരുന്നു. പക്ഷേ സ്വഭാവരംഗത്തുള്ള നീ കോപിക്കരുത് എന്ന ഉപദേശം ആവർത്തിച്ച് പറയുവാൻ എന്താണ് കാരണം? അവസാനം എനിക്ക് മനസ്സിലായി, കോപം എന്നുള്ളതാണ് എല്ലാ തെറ്റുകളുടെയും തുടക്കം. മാതാപിതാക്കളെ മോശമായി അവരോട് സംസാരിക്കുന്നതിൻ്റെയും സുഹൃത്തുക്കളോട് അടിപിടി ഉണ്ടാക്കുന്നതിലെയും അയൽപക്ക ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും മുറിച്ചു കളയുന്നതിലും സ്വന്തം ശരീരത്തെ ആത്മഹത്യ പോലുള്ള തെറ്റുകളിലേക്ക് എത്തിക്കുന്നതിനുമെല്ലാം കാരണം പെട്ടെന്നുണ്ടാകുന്ന കോപമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി ആവർത്തിച്ചു പറഞ്ഞു, നീ കോപിക്കരുത്. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, ദുല്ലനി അലാ അമലി, റസൂലേ എനിക്കൊരു കർമ്മം താങ്കൾ അറിയിച്ചു തരണം, അതിൻ്റെ പ്രത്യേകത യുദ്ഖിലുനി അൽ ജന്ന, ആ കർമ്മം എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം. സ്വർഗത്തിൽ പ്രവേശിക്കാൻ മാത്രം കാരണമാകുന്ന ഒരു മഹത്തരമായ കർമ്മം റസൂലെ താങ്കൾ എനിക്ക് അറിയിച്ചു തരണം. റസൂലുള്ളാഹി അയാൾക്ക് നൽകിയ ഉപദേശം ലാ തഗ്ളബ് വലക്കൽ ജന്ന, നീ കോപിക്കരുത്, നിനക്ക് സ്വർഗമുണ്ട് എന്നുള്ളതാണ്. സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായ ക്വാളിറ്റിയാണ് കോപത്തെ അടക്കി വെക്കുക എന്നുള്ളത്. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, മാദാ തുബാഉദിനി മിൻ ഗളബില്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിൻ്റെ റസൂലേ, അല്ലാഹുവിൻ്റെ കോപത്തിൽ നിന്ന് എന്നെ തടുത്തു മാറ്റുന്ന കാര്യം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഗ്ളബ്, നീ കോപിക്കരുത് എന്നുള്ളതാണ്. നമ്മൾ കോപിക്കാതിരുന്നാൽ അള്ളാഹുവിൻ്റെ കോപം നമ്മിൽ ഉണ്ടാവുകയില്ല. അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഉഗ്രഭാവമായ നരകം നമ്മിൽ ഉണ്ടാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. എങ്കിൽ പ്രിയമുള്ളവരെ, കോപത്തെ അടക്കി വെക്കുവാൻ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട്. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു ക്വാളിറ്റിയാണത്. രണ്ടാമതായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വൽ ആഫീന അനിന്നാസ്, ജനങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യുന്നവർ, ജനങ്ങൾക്ക് മാപ്പ് നൽകുന്നവരാണ് മുത്തഖീങ്ങളെന്ന്. നമ്മോട് മോശമായി സംസാരിച്ചവർ, നമ്മോട് മോശമായി പെരുമാറിയവർ, നമ്മുടെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചവർ, നമ്മുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തിയവർ, എല്ലാവർക്കും നീ മാപ്പ് നൽകണം എന്നതാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅഅരിൽ അനിൽ ജാഹിലീൻ. ഖുദിൽ അഫ്വ, നീ മാപ്പ് നൽകണം, നീ വിട്ടുവീഴ്ച സ്വീകരിക്കണം. വഅൻ തഅഫു അഖ്റബു ലിത്തഖ്വ, തഖ്വയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് നീ മാപ്പ് നൽകുക എന്നുള്ളതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുവെങ്കിൽ ആ തഖ്വയുള്ള മുത്തഖീങ്ങളാകുവാൻ നമ്മൾ ചെയ്യേണ്ടത് മറ്റുള്ളവർക്ക് മാപ്പ് നൽകുക എന്നുള്ളതാണ്. നമ്മൾ അള്ളാഹുവിനോട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാറില്ലേ? രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ, റമളാനിൽ, അതുപോലെ പല സന്ദർഭങ്ങളിലും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, മറ്റുള്ളവരോട് മാപ്പ് നൽകാതെ
മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്യാതെ നമ്മുടെ പാപങ്ങൾ അള്ളാഹു എങ്ങനെ പുറത്തു തരും? മഹാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ചിലവിന് നൽകിയിരുന്ന വ്യക്തിയാണ് മിസ്തഹ് റളിയല്ലാഹു അൻഹു. ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് മുനാഫിഖീങ്ങൾ വ്യഭിചാരാരോപണം പടച്ചുവിട്ടപ്പോൾ മിസ്തഹ് റളിയല്ലാഹു അൻഹും അതിൽ പെട്ടുപോയി. പിന്നീട് ആയിഷ റളിയല്ലാഹു അൻഹ നിരപരാധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തു നൂറിൽ അള്ളാഹു ആയത്തിറക്കി. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചു, എൻ്റെ മകളെക്കുറിച്ച് ആരോപണം പറഞ്ഞ മിസ്തഹിനെ ഇനി ഞാൻ ചിലവിന് നൽകുകയില്ല. ആ തീരുമാനത്തിൽ അള്ളാഹു ഇടപെട്ടു. ഏഴാൻ ആകാശത്തിനപ്പുറത്ത് നിന്ന് വഹിയിറങ്ങി, വല്യഅഫു വല്യസ്ഫഹു, നിങ്ങൾ മാപ്പ് നൽകണം, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം. തൻ്റെ മകളെക്കുറിച്ച് വ്യഭിചാരാരോപണം പറഞ്ഞതിൻ്റെ പേരിൽ താൻ ഇനി ചെലവിന് നൽകുകയില്ല എന്ന് പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ തീരുമാനത്തിനെതിരിൽ അള്ളാഹു ആയത്തിറക്കി, വല്യഅഫു വല്യസ്ഫഹു, നിങ്ങൾ മാപ്പ് നൽകണം, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നതിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? അള്ളാഹു നമുക്ക് പുറത്തു തരണമെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് മാപ്പ് നൽകണം, അവരോട് വിട്ടുവീഴ്ച കാണിക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നൂറിൽ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവർ, ആലോചിച്ച് നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്കാൾ പീഡനങ്ങൾ അനുഭവിച്ച മറ്റാരെങ്കിലും ഉണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശാരീരികമായും മാനസികമായും ശക്തമായി മക്കത്തെ മുശ്രിക്കീങ്ങൾ പീഡിപ്പിച്ചു. സ്വന്തം നാട് വിട്ട് ഹിജ്റ പോകേണ്ടി വന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 8 മക്കം ഫതഹാക്കിക്കൊണ്ട് മക്കയിലേക്ക് തിരിച്ചു വരുന്നു. ആ സമയത്ത് റസൂലുള്ളാഹി ഉപദ്രവിച്ചവരെവിടെയുണ്ട്? റസൂലുള്ളാഹിയുടെ പുറത്തേക്ക് ചത്തളിഞ്ഞ ഒട്ടകത്തിൻ്റെ കുടൽമാലകൾ കൊണ്ടുവന്നിട്ടവർ, റസൂലുള്ളാഹിയുടെ ശരീരത്തിലേക്ക് തുപ്പിയവർ, സാഹിറെന്നും കാദിബെന്നും മജ്നൂനെന്നും കദ്ദാബെന്നും വിളിച്ച് കളവാക്കിയവർ, കളിയാക്കിയവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയുള്ള സ്വഹാബാക്കളിൽപ്പെട്ട ഒരു സ്വഹാബി അന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു, അൽ യൗമു യൗമുൽ മൽഹമ, ഇന്ന് പ്രതികാരത്തിൻ്റെ ദിവസമാണ്, ഇന്ന് രക്തച്ചൊരിച്ചിലിൻ്റെ ദിവസമാണ്, ഇന്ന് എല്ലാത്തിനും ഞങ്ങൾ കണക്ക് ചോദിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി പറയുകയാണ്, അൽ യൗമു യൗമുൽ മർഹമ, ഇന്ന് കാരുണ്യത്തിൻ്റെ ദിവസമാണ്. ഇദ്ഹബു അൻതുമുത് തുലഖാ, നിങ്ങൾ പോയിക്കൊള്ളൂ, നിങ്ങൾ മോചിതരാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെങ്കിൽ പ്രിയമുള്ളവരെ, ആ റസൂലുള്ളാഹിയുടെ അനുയായികൾക്ക് എങ്ങനെ ഹൃദയത്തിൽ പകയും വിദ്വേഷവും വെച്ച് നടക്കുവാൻ സാധിക്കും? അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അയ്യുന്നാസി അഫ്ളൽ, റസൂലേ ഏറ്റവും നല്ല ആളുകൾ ജനങ്ങളുടെ കൂട്ടത്തിൽ ആരാണ്? റസൂലുള്ളാഹി പറഞ്ഞു, കുല്ലു മഖ്മൂമിൽ ഖൽബി സുദൂഖിൽ ലിസാനി, എല്ലാ മഖ്മൂമുൽ ഖൽബിൻ്റെ ആളുകളും സുദൂഖുൽ ലിസാനിൻ്റെ ആളുകളുമാണ്. സ്വഹാബത്ത് പറഞ്ഞു, റസൂലേ സുദൂഖുൽ ലിസാൻ ഞങ്ങൾക്ക് മനസ്സിലായി, സത്യം മാത്രം പറയുന്നവരാണ്, എന്നാൽ മഖ്മൂമുൽ ഖൽബ് എന്താണ്? റസൂലുള്ളാഹി പറഞ്ഞു, അത്തഖിയ്യുൻ നഖിയ്യുൽ ലദീ ലാ ഇസ്മ ഫീഹി വലാ ബഗ്യ വലാ ഗില്ല വലാ ഹസദ, പിയറായ അള്ളാഹുവിനെ ഭയക്കുന്ന, ഒരു പാപക്കറയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, പകയില്ലാത്ത, അസൂയയില്ലാത്ത ഹൃദയമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെങ്കിൽ പ്രിയമുള്ളവരെ, ആ രൂപത്തിലേക്ക് മാറുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലേക്ക് പോകുവാൻ നമുക്ക് പറഞ്ഞു തന്ന മറ്റൊരു ക്വാളിറ്റിയാണ് ജനങ്ങളോട് വിട്ടുവീഴ്ച കാണിക്കുക, ജനങ്ങൾക്ക് മാപ്പ് നൽകുക. ഈ വിശേഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചേർത്ത് വെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവെ സൂക്ഷിച്ച് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ദീനിൻ്റെ പേരിൽ ഉണർത്തുകയാണ്. നമുക്കുണ്ടാകുന്ന കോപത്തെ നമ്മൾ അടക്കി വെക്കുന്നു, അതൊരു നന്മയാണ്.
നമ്മെ ആരാണോ ദേഷ്യം പിടിപ്പിച്ചത് അവർക്ക് മാപ്പ് നൽകുന്നു, അത് മറ്റൊരു നന്മയാണ്. എന്നാൽ ഇതിനേക്കാളെല്ലാം ഉയർന്ന ദറജയാണ് നമ്മെ ദേഷ്യം പിടിപ്പിച്ചവന് തിരിച്ചൊരു നന്മ ചെയ്യുക എന്നുള്ളത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂന്നാമതായി പറഞ്ഞത്, വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, ജനങ്ങളോട് ഇഹ്സാൻ പ്രവർത്തിക്കുന്നവർ. നമ്മെ ആരാണോ ദേഷ്യം പിടിപ്പിച്ചത്, നമ്മോട് ആരാണോ മോശമായി പെരുമാറിയത്, അവർക്ക് തിരിച്ച് നന്മ ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും സാധിക്കുന്ന ഒന്നല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ലാ തസ്തവിൽ ഹസനത്തു വലസ്സയ്യിഅ, നന്മയും തിന്മയും തുല്യമാവുകയില്ല. ഇദ്ഫഅ ബില്ലതീ ഹിയ അഹ്സൻ, ഏറ്റവും നല്ലതുകൊണ്ട് നിങ്ങൾ തിന്മയെ പ്രതിരോധിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കിടയിൽ ശത്രുതയുള്ളവനെ കഅന്നക വലിയുൻ ഹമീം, നിങ്ങളുടെ ഉറ്റ സുഹൃത്തായി നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ യുലഖാഹ ഇല്ലല്ലദീന സ്വബറു വലാ യുലഖാഹ ഇല്ലാ ദു ഹദ്ദിൻ അളീം. എന്നാൽ അല്ലാഹുവിൽ നിന്ന് അങ്ങേയറ്റം ക്ഷമയും ഒരു വലിയ ഔദാര്യവും ലഭിച്ചവനല്ലാതെ അത് സാധിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനൻ നാസി ഖുലുഖ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു. എന്താണ് അതിന് കാരണം? മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ലം യകുൻ ഫാഹിഷൻ വലാ മുതഫഹിഷൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മോശമായത് സംസാരിക്കുകയോ മ്ലേച്ഛമായത് പ്രവർത്തിക്കുകയോ ചെയ്യാത്ത വ്യക്തിയായിരുന്നു. വലം യകുൻ സ്വഖാബൻ ഫിൽ അസ്വാഖ്, അങ്ങാടികളിൽ അലമുറ കൂട്ടുന്ന ഉച്ചത്തിൽ സംസാരിക്കുന്ന വ്യക്തിയായിരുന്നില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ അവിടുത്തോട് ആരെങ്കിലും ഒരു മോശമായ പ്രവർത്തനം ചെയ്താൽ ആ മോശമായ പ്രവർത്തനത്തിന് അതുപോലെ പ്രവാചകൻ മറുപടി നൽകുമായിരുന്നില്ല. വലാകിൻ യഅഫു, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുവീഴ്ച കാണിക്കുമായിരുന്നു എന്ന്, അവരോട് നല്ല രൂപത്തിൽ പെരുമാറുമായിരുന്നു എന്ന് സ്വഹാബാക്കൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ, പ്രിയമുള്ളവരെ, ജനങ്ങളോട് ഇഹ്സാൻ കാണിക്കുവാൻ നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹാബത്തും വല്ലാതെ പ്രയാസം സഹിച്ച യുദ്ധമായിരുന്നു ഉഹുദിൻ്റെ രണാങ്കണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻപല്ല് പൊട്ടി അവിടുത്തെ മുഖത്ത് നിന്ന് ചോര വാർന്നൊലിക്കാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു എന്ന കിംവദന്തി പോലും പരന്നു. എന്താണ് അതിൻ്റെ കാരണം? റസൂലുള്ളാഹി ആ മലയുടെ മുകളിൽ നിർത്തിയ അമ്പെയ്ത്തുകാർ പ്രവാചകന്റെ കൽപ്പന വരുന്നതിന് മുമ്പേ അവർ മലയിൽ നിന്ന് താഴോട്ടിറങ്ങി. അതുമൂലം മുസ്ലിമീങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ ചെറുതല്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് അനുഭവിച്ചത് കഠിനമായ വേദനയായിരുന്നു. ഒരുപാട് സ്വഹാബാക്കൾ ഷഹീദായി. അതിനെല്ലാം കാരണം റസൂലുള്ളാഹിയുടെ കൽപ്പന വരുന്നതിന് മുമ്പേ ആ മലമുകളിൽ നിന്ന് ഇറങ്ങി വന്ന സ്വഹാബാക്കൾ കാരണമായിരുന്നു. എന്നാൽ പിന്നീട് ആ സ്വഹാബാക്കളോട് എങ്ങനെ പെരുമാറാനാണ് അള്ളാഹു പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറഞ്ഞു, അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. വസ്തഗ്ഫിർ ലഹും, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തണം. വശാവിരുഹും ഫിൽ അംർ, ഇനിയും മതത്തിൻ്റെ കാര്യങ്ങൾ കൂടി ആലോചിക്കുമ്പോൾ അവരെ കൂടി ഉൾക്കൊള്ളിക്കണമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ, പ്രിയമുള്ളവരെ, എത്ര വിശാലമാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്, ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് തന്നെ കോപത്തെ അടക്കി വെക്കുവാനും ജനങ്ങൾക്ക് മാപ്പ് നൽകുവാനും ജനങ്ങളോട് സുഹൃതം കാണിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തീർക്കുമാറാകട്ടെ. മുത്തഖീങ്ങളാക്കി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നപ്പോഴെ തെറ്റുകൾ അവൻ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടവരുടെ കബറുകൾ അവൻ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളിൽ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗങ്ങൾ അവൻ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടങ്ങൾ അവൻ ദൂരീകരിച്ചു കൊടുക്കും
കൊടുക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാരുണ്ട്. അള്ളാഹുവെ, അവർക്ക് നീ നിർഭയത്വം നൽകി അനുഗ്രഹിക്കണമേ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.